ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു രാജസ്ഥാനി സ്വീറ്റാണ് കേട്ടോ. ഇത് തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓർഗാനിക് പഞ്ചസാരയാണ് കേട്ടോ, അതാണ് ഒരു കളർ മാറ്റം. ഇനി ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ. നമുക്കിത് വൺ സ്റ്റിങ് കൺസിസ്റ്റൻസി, ഒറ്റനൂൽ പരുവമൊന്നും ആകേണ്ട ആവശ്യമില്ല. അതിന് തൊട്ട് മുന്നുള്ള പാകമായാൽ മതി. ഇതുപോലെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുങ്കുമപ്പൂവോ ഏലക്കാപ്പൊടിയോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/4 കപ്പ് നെയ്യാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് ഐസാണ്. ഇതുപോലത്തെ വലിയ ഐസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഐസ് ക്യൂബ്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഐസ് നമ്മുടെ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നമ്മളിതായി തയ്യാറാക്കണ സ്വീറ്റിൻ്റെ പേര് ഗേവർ എന്നാണ്. ഇത് രാജസ്ഥാനി ട്രഡീഷണൽ സ്വീറ്റാണ് കേട്ടോ. അവരും ഇതുപോലെ തന്നെ ഐസ് നെയ്യിലിട്ട് കൊടുത്തിട്ട് നമ്മുടെ ബട്ടർ പോലെ സോഫ്റ്റാക്കി എടുത്തിട്ടാണ് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുക. 1-2 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ നെയ്യ് ബട്ടറിൻ്റെ ടെക്സ്ചറിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനി ഐസ് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് മൈദയാണ്. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/4 കപ്പ് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഇനി ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 കപ്പ് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇനി ഒരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലും വെള്ളവും ഇല്ലേ, അതും നല്ല തണുപ്പുള്ളത് തന്നെ ആയിരിക്കണേ. നമുക്കിത് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവായിട്ട് എടുക്കാനായിട്ട് ഇതിലേക്ക് 1 കപ്പ് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ നാരങ്ങ നീരും 1/2 കപ്പ് നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ മൊത്തം ഈ ഒരു മാവിലേക്ക് ചേർത്തിട്ടുള്ളത് 2.5 കപ്പ് തണുത്ത വെള്ളവും 1/4 കപ്പ് പാലുമാണ് കേട്ടോ. ഇങ്ങനെ ലൂസായിട്ടുള്ള മാവായിട്ടാണ് എടുക്കേണ്ടത്. ഇനി നമ്മുടെ ഗേവർ തയ്യാറാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. ഇനി നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരണ സമയത്ത് നമ്മുടെ ഈ മാവിൽ നിന്നും കുറച്ച് നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ പുറത്തേക്കൊക്കെ തെറിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് മാറി നിന്നിട്ട് വേണേ ഒഴിക്കാനായിട്ട്. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കാവേ. ഓരോ സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഗ്യാപ്പിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. തീയെ ഒത്തിരി കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്താലും ഒരുപാട് മാവ് ഒരേ സമയം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ തയ്യാറാക്കിയാലും ഗേവർ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടില്ല കേട്ടോ. ഗേവറിൻ്റെ നടുവിലായിട്ട് ഒരു ഹോളുണ്ടാവും. അത് കിട്ടാനായിട്ട് സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണേ. 2-3 മിനിറ്റൊക്കെ ആകണ സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങും. അന്നേരം ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് വിടിയിച്ചിട്ട് എണ്ണയിലേക്ക് തന്നെ മുക്കി കൊടുക്കണേ. എല്ലാ ഭാഗവും ഒരേപോലെ മുരിഞ്ഞ് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യണേ. നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിൽ നിറയെ എണ്ണയുണ്ടാവും. അത് പോവാനായിട്ട് ഒരു അരിപ്പയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു റാക്കിൻ്റെ മുകളിലോ വെച്ച് കൊടുക്കാം. ഗ്ലാസ്സിൽ തന്നെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യണമെന്നില്ല. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് തവിയിലോ സ്പൂണിലോ ഒക്കെ മാവ് ഒഴിച്ച് കൊടുത്തും നമുക്ക് ഇതുപോലെ തന്നെ ഗേവർ തയ്യാറാക്കാനായിട്ട് പറ്റുവേ. സാധാരണ ഗേവർ തയ്യാറാക്കുക ഇതുപോലെ സോസ് പാനിലൊന്നും ഒഴിച്ചിട്ടല്ല കേട്ടോ. ഇതിന് പ്രത്യേകമായിട്ട് മോൾഡൊക്കെ ഉണ്ട്. എൻ്റെ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ തയ്യാറാക്കണത്. അതുപോലെ ഇത് വെന്ത് വരുന്ന സമയത്ത് ഒരുപാട് കനം കുറഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ടൊക്കെ നല്ല പാടായിരിക്കുമേ. പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു പോകുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് കനത്തിൽ തയ്യാറാക്കാനായിട്ട് മറന്നു പോവല്ലേ. ഗേവർ ഒരു തവണയേലും കഴിച്ചവർക്കൊക്കെ അറിയാനുണ്ടാവും എത്രത്തോളം രുചിയാണ് ഇതിനെന്ന്. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയേലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞാൽ സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ പപ്പടക്കോല് കൊണ്ടോ ഒക്കെ എടുക്കാനായിട്ടും നല്ല എളുപ്പമാണ്. ഇത് തേനീച്ച കൂട് പോലെ ഇരിക്കണതുകൊണ്ട് കാണാനായിട്ടും നല്ല രസമല്ലേ. നല്ല ക്രിസ്പിയുമാണ് കേട്ടോ.
ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പില്ലേ, ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പ്ലെയിൻ ഗേവറായിട്ടാണ് തയ്യാറാക്കണേ. പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മലായി ഗേവറായിട്ടും തയ്യാറാക്കാം. നമ്മുടെ ഈ ഒരു പ്ലെയിൻ ഗേവർ കഴിക്കാനായിട്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ഗേവറൊക്കെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്